ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറേ പേരുണ്ട്. അപ്പോൾ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ ഓക്കെ വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത് I won't say adjustment, I won't say sacrifice because that two terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെൻറ്റും സാക്രിഫൈസ് ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, just like he said, transparency is very 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 important, super important. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജീവ എന്ന് പറയുന്ന അവതാരകനെയും അതുപോലെ തന്നെ നടനെയും നമ്മൾക്ക് എല്ലാവർക്കും പരിചയം കാണും. അതുപോലെ തന്നെ അവരുടെ ഭാര്യയായ അപർണ തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ഐഡിയൽ കപ്പിളായിട്ടാണ് മലയാളികളുടെ ഇടയിൽ ഇവൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ 11 വർഷ ദാമ്പത്യത്തിന് ശേഷം ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് രണ്ടുപേരും അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത്. അവർ പിരിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. 11 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് രണ്ടുപേരും പങ്കുവച്ചത്. തീർച്ചയായിട്ടും മലയാളികൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തന്നിൽ നിന്നും ഒരുപാട് പ്രതികരണത്തിനായി ഒരുപാട് പേർ കാതോർത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അപർണ അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇംഗ്ലീഷിലാണ്, പക്ഷേ ഞാൻ അത് തർജ്ജമ ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ഞാൻ പറഞ്ഞു തരാം. അതെ, ഞങ്ങളുടെ 11 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിച്ചിരിക്കുകയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല. എനിക്കോ ജീവക്കോ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമായിരുന്നില്ല ഇത്. എങ്കിലും സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി എനിക്ക് ഈ തീരുമാനം എടുത്തേ മതിയാവൂ. ഏറെക്കാലത്തിന് ശേഷം മനസ്സിന് വലിയ ഭാരം ഒഴിഞ്ഞ ഒരു അനുഭവമാണ് ഉള്ളതെന്നും അപർണ കൂട്ടിച്ചേർത്തു. ഇത് ഞാൻ തികച്ചും സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ്, സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും ഭാരമില്ലാത്ത ഒരു മനസ്സോടെ ജീവിക്കാനാവുന്നത് എന്നാണ് അപർണ പറയുന്നത്. പിന്നെ എന്നാൽ വേർപിരിയലിലേക്ക് നയിച്ച വ്യക്തിപരമായ കാരണങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അപർണ വ്യക്തമാക്കി. എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരോടും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി അപർണ പറയുകയാണ്. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ചില കാര്യങ്ങൾ വ്യക്തിപരമായി സൂക്ഷിക്കേണ്ടതുണ്ട്. സ്വസ്ഥമായി മുന്നോട്ട് ജീവിക്കണം. അതിന് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ആവശ്യമുള്ള പേഴ്സണൽ സ്പേസ് നൽകണമെന്നും മാത്രം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അപർണ അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. 2015 ഓഗസ്റ്റ് 15 ഇവരുടെ വിവാഹം. അതുപോലെ തന്നെ നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവയും അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു കാര്യം പങ്കുവച്ചിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വളരെ കഠിനമായ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോകേണ്ടി വന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, വേദന ഉണ്ടാക്കുന്നതാണ്. എങ്കിലും തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷത്തിന് വേണ്ടി അത്തരത്തിൽപ്പെട്ട തീരുമാനമെടുക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം. ഞങ്ങൾക്ക് ഈ ഒരു കാര്യം എന്താണ് വ്യക്തിപരമായി സംഭവിച്ചത് എന്ന് എല്ലാവരോടും തുറന്നു പറയാൻ ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ജീവയും പങ്കുവച്ചത്. ഏതായാലും ഈ ഒരു കാര്യം 100% ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. രണ്ടുപേരും 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത മലയാളി പ്രേക്ഷകരിലേക്ക് ഏതായാലും എത്തിക്കുകയാണ്. ഇവരുടെ ഇൻ്റർവ്യൂകളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവരുടെ വിവാഹമോചനത്തിലേക്ക് കടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, അത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കുടുംബം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ജീവക്ക് അപർണയുടെ അത്രയും ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചില ഇൻ്റർവ്യൂകളിൽ വളരെ പബ്ലിക്കായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഈ സ്റ്റോറി കണ്ട സമയത്ത് ജീവയെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഇവർ ഈ സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട്. കാരണം എനിക്കിപ്പോഴാണ് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ തലയിൽ നിന്നും വലിയ ഒരു ഭാരം ഇറക്കി വെച്ച ഫീലാണ് ഇപ്പോൾ എന്ന് പറയുന്നു. എനിക്കിപ്പോൾ സമാധാനമുണ്ട് എന്ന് പറയുന്നു, സന്തോഷമുണ്ട് എന്ന് പറയുന്നു. 11 വർഷം ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അപർണ പറയുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സ്റ്റേജിൽ പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഈ പേഴ്സണലായിട്ട് അവർ അനുഭവിച്ചത് എന്ന് വളരെ വ്യക്തമാക്കുന്ന സ്റ്റോറി തന്നെയാണ് അപർണ ഏതായാലും പങ്കുവെച്ചത്. നമ്മളവിടെ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഏതായാലും ഇതിൻ്റെ മുന്നേ ഇവർ നടന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ ഇൻ്റർവ്യൂവിൽ ഏതാനും ചില ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പോകാൻ വീഡിയോയിലേക്ക്. റിലേഷൻഷിപ്പ് പുറമേ കാണുന്ന പോലെ ഭയങ്കര എന്താ പറയുക, സ്വീറ്റ് ആൻഡ് യുനോ ലൈക്ക് ഭയങ്കര ബബ്ലി അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഒരുപാട് ചാലഞ്ചസ് ആസ് ഇൻ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്, പുറത്തുനിന്ന് പ്രഷേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഫിനാൻഷ്യൽ എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റി സ്റ്റിൽ സം ടൈംസ് ലൈക്ക് ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ഞങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
വി ഹവ് ഹാഡ് ഫൈറ്റ്സ്. ചില സമയത്ത് ഓക്കെ, ഇപ്പം തന്നെ ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്താ പറയുക, ജീവ ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ച് ഒരു മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്നൊരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ഞങ്ങളുടെ ആ ഒരു കപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ എനിക്ക് കുറച്ച് അത് കൂടുതലാണ്. ഞാൻ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് ഫൈറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സംടൈംസ് ഞാൻ ജീവനോട് പറയും, ജീവ യു ഷുഡ് ഡു ദിസ്, ഇത് എന്താ പറയുക, ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾ നീ ഇത് ചെയ്യണം, ഞാനിത് ചെയ്യും, ജീവ അത് ചെയ്യണം, ഞാനിത് ചെയ്യാം, നമ്മളങ്ങനെ പറയാറുണ്ട്. ഫൈനാൻഷ്യൽ ഡീലിങ്സിൻ്റെ കാര്യം പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അപർണയ്ക്ക് ഒരു മാസം അപർണ എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നോട് പറയും. ഞാൻ പറയും ഓക്കെ, ഇന്ന പേയ്മെൻറ്റ്സ് എനിക്ക് വരാനുണ്ട് മുത്തേ, അപ്പം നമുക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, യുൽ ഡു ദിസ് എന്ന് ഞാൻ പറയും. അപർണ അങ്ങനെ തന്നെ, എനിക്ക് ഇന്ന പേയ്മെൻറ്റ്സ് വരാനുണ്ട്, അപ്പോൾ എനിക്ക് ഈ മാസം കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാര്യം ഇത് ഞങ്ങൾ രണ്ടുപേരുടെ വർക്ക് ചെയ്താലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല വർക്ക് ചെയ്താലേ. ഞങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് മൈനസ് നിന്ന് തുടങ്ങിയ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ലൈബിലിറ്റീസില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അപർണയുടെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കിയാലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ സ്വപ്നം കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിലും, ഷർട്ട് വാങ്ങിക്കുന്നതാണെങ്കിലും, ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതാണെങ്കിലും, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യും. ഓക്കെ, ഇന്ന മാസം നമുക്ക് ട്രാവൽ ചെയ്യാം, അപ്പോൾ ഒരു 2-3 മാസമുണ്ട്, നമുക്ക് ഈ കുറച്ച് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ഞാൻ അടയ്ക്കാം, സാലറി ഇങ്ങനെ. ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യുമ്പോൾ വഴക്കുണ്ടാവും. ഞങ്ങളിതുവരെ ഗംഭീരമായിട്ട് വഴക്കിട്ടിട്ടില്ല, ദൈവം സഹായിച്ച്. എല്ലാം കുഞ്ഞു വഴക്കുകളാണ്. ഞങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അത് ചുമ്മാ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നതല്ല. റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. നമ്മൾ വഴക്കിടും, ഡെഫിനറ്റ്ലി വഴക്കിടും. പക്ഷെ വഴക്കിട്ട് കഴിഞ്ഞാൽ വി ട്രൈ, വി സിറ്റ് ആൻഡ് ടോക്ക് ആൻഡ് ദെൻ ഓക്കെ വി കം ടു എ കൺക്ലൂഷൻ. ഓക്കെ, ദിസ് ഹാപ്പൻഡ്, ഇനി ശ്രദ്ധിക്കണം, ചെയ്യാൻ പാടില്ല, ജീവ അത് ചെയ്യണം, എന്നോടാണെങ്കിൽ അപർണ നീ ഇത് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ ഷിട്ടു എന്നാണല്ലോ വിളിക്കുന്നത്, ഷിട്ടു നീ അത് ചെയ്യണം എന്ന്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, അപർണ സമ്പാദിക്കുന്ന കാര്യങ്ങൾ ജീവയോട് പറയുന്നുണ്ട്, ജീവ സമ്പാദിക്കുന്ന ഇൻകം അവരോടും പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ബാലൻസ് ആയിട്ട് രണ്ടുപേരും അങ്ങനെ പോവുകയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ ഒരു ബാലൻസിങ്, ഫിനാൻഷ്യലായിട്ട് ഒരു ഫെസിബിലിറ്റിയിലേക്ക് അവർ രണ്ടുപേർക്കും എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം ജീവയ്ക്ക് തുടക്കത്തിലൊക്കെ പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടിയിരുന്നു എങ്കിലും അതിനുശേഷം വലിയ ഒരു സ്പേസിലേക്ക് കടന്ന് കയറാൻ വേണ്ടിയിട്ട് ജീവയ്ക്ക് സാധിച്ചിരുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അപർണ എന്ന് പറയുന്നത് നല്ല ഒരു ഇൻകം ഉള്ള ഒരു എയർ ഹോസ്റ്റസ് ജോലിയൊക്കെ രാജിവെച്ച് ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലും എല്ലാം ആക്റ്റീവാണ്. മറ്റു കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം അവർ സ്വന്തം തന്നെ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും അവരെ പേഴ്സണൽ സ്പേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ഏതായാലും രണ്ടുപേരുടെ അഭിപ്രായമുണ്ട്. അവർ ഇൻ്റർവ്യൂവിലെല്ലാം പറയുന്നത് നമ്മൾ കേട്ടതാണ്. കാരണം അവർക്ക് ജീവയ്ക്ക് ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കളുണ്ട് എന്നും അവരുടെ സ്പേസിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു ചെല്ലുകയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നും ഹൈഡാക്കി വെക്കാൻ വേണ്ടി പാടില്ല എന്ന് ഇവരുടെ ജീവിതം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അപർണ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. ബാക്കി എല്ലാ സ്വാതന്ത്ര്യവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഇൻ്റർവ്യൂ എല്ലാം കാണുന്ന സമയത്ത് നമുക്കൊക്കെ ചിലപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇത്രയും ഓപ്പണറായ രണ്ട് കപ്പിൾസിനെ നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് മലയാളത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ആ ഒരു ഫാമിലി ജീവിതം പോലും ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേർക്കും സാധിക്കുന്നില്ല. പിന്നെ ഇവർ പറഞ്ഞിരുന്നു 11 വർഷമായിട്ട് ജീവിതത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏതായാലും അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വേണമെന്നുള്ള ഒരു ഇതൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ മുന്നേ എല്ലാം നമ്മൾ ഒരുപാട് ചോദ്യങ്ങളുടെ അപർണയോടും അതുപോലെ തന്നെ ഈ ജീവിയോടും എല്ലാം ചോദിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അപർണ അതിനൊക്കെ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറി നമ്മൾ കണ്ടത്. ഏതായാലും അവരുടെ ജീവിതത്തിൽ അവരുടേതായ ചില തീരുമാനങ്ങളും അവരുടേതായ ചില കാര്യങ്ങളുമുണ്ട്. അതുമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. ഏതായാലും വ്യക്തിപരമായിട്ട് ഞാൻ പറയുമ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എൻഡ് അല്ല, ഒരു ബിഗിനിങ് ആണ്. ചില ആൾക്കാർ അതിനെ ഒരു എൻഡായിട്ട് കാണുന്നുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമ്മളൊരു ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് അവിടെ തകർന്നു പോകരുത്. അതിനുശേഷം വീണ്ടും ഒരു ബിഗിനിങ് ആണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അതൊരു ഗുഡ് സ്റ്റാർട്ടായി മാറട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ. രണ്ടുപേരും ബഹുമാനത്തോടു കൂടി ചളിവാരി അറിയാതെ, പല ആൾക്കാരും നമുക്കറിയാം വിവാഹമോചനത്തിന് ശേഷം സോഷ്യൽ മീഡിയ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേടിലേക്ക് പോകാതെ വളരെ മാന്യതയോടുകൂടി രണ്ടുപേരും റെസ്പെക്റ്റോടുകൂടി
വളരെ ഞങ്ങളുടെ വൈവാഹിക ജീവിതം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത അവരുടെ പ്രേക്ഷകരുമായിട്ട് അവർ പങ്കുവെക്കുകയാണ്. ഏതായാലും അത് തന്നെയാണ് മാന്യത. അവർ പറയുന്നത് പോലെ രണ്ടുപേർക്കും രണ്ട് വഴി, അതാണ് അവർക്ക് സന്തോഷമെങ്കിൽ അവർ തീരുമാനിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മെപ്പോലുള്ള എല്ലാ പ്രേക്ഷകരും അത് അംഗീകരിക്കുകയും വേണം. ഇനി ഒരിക്കലും അവരുടെ പുറകെ നടന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത് മാത്രമാണ് അവർ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തത്. അവരുടെ വ്യക്തിജീവിതത്തിലേക്ക് ഒരിക്കലും നമ്മൾ കടന്നു കയറുന്നില്ല. ഏതായാലും വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.